ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഉറപ്പാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല നല്ല ടിപ്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്കും അതൊക്കെ ഫോളോ ചെയ്യാമല്ലോ. പറയുന്നത് പറഞ്ഞു തരാം കേട്ടോ. അറിയാത്തത് ഇതിലുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഇതുപോലുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള പാക്കറ്റ് നമ്മൾ ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് മടക്കി വെക്കുക, അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിൽ തന്നെ ഇത് പ്രാണികളൊന്നും വരാതെ കേടൊന്നും വരാതെ സൂക്ഷിക്കാൻ ഈ ഒരു കവർ തന്നെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഒരു തവണ എടുത്തതിന് ശേഷം ഈ ഒരു ഗോതമ്പ് പൊടിയുടെ കവറ് അതിൻ്റെ താഴെ ഒരു കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ നല്ല പോലെ സീലായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ ആദ്യം ഇത് ചൂടാക്കി വെച്ചപ്പോൾ ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ടാണ് കേട്ടോ ചെയ്തത്. ഇതാണെങ്കിൽ പുതിയ കത്തിയാണ്. അപ്പോൾ മൂർച്ചയുള്ള ഭാഗമാണെങ്കിൽ അവിടെ കീറിപ്പോവാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ മൂർച്ച കുറഞ്ഞ ഭാഗമല്ലേ അപ്പുറത്തെ സൈഡ്, അത് വെച്ചിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. നല്ല പോലെ ചൂടാക്കരുത് കേട്ടോ കത്തി, അപ്പോഴും അത് ഉരുകി പോവുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വാങ്ങുന്ന രീതിയിൽ വാങ്ങുമ്പോൾ ഇതുപോലെ സീൽ ചെയ്തിട്ടല്ലേ നമുക്ക് കിട്ടുക, അതുപോലെ തന്നെ ഈ ഒരു കവറാവും കേട്ടോ. ഇനി ഞാനിത് തിരിച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഈ ഗോതമ്പ് പൊടി പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ളത്. കണ്ടോ, ഇത് പുറത്തൊന്നും പോകുന്നില്ല, നമ്മൾ വാങ്ങി അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തേക്ക് പ്രാണികളൊന്നും കയറൂല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു പൊടി ഇരുന്നോളും. ഇനി നേന്ത്രപ്പഴം പെട്ടെന്ന് കറുത്ത് പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണല്ലേ, വാങ്ങി 2 ദിവസം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കറുത്ത് പോവും. പിന്നെ അതിൻ്റെ ആ ഒരു തൊലി കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനും തോന്നില്ല. പിന്നെ പഴംപൊരിയൊന്നും നമ്മൾ നല്ല കൂടുതൽ പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയാൽ അത്ര വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. അത് നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ നന്നായിട്ട് പഴുത്ത് പോയാൽ. അപ്പോൾ പെട്ടെന്ന് കറുത്ത് പോവാതെ നന്നായിട്ട് പഴുത്ത് പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിനെ നെട്ടി കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ക്ലിംഗ് റാപ്പ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ചെയ്താലും മതി. ഇതുപോലെ ഒന്നിച്ച് വരുന്ന പഴമാണെങ്കിൽ ഒന്നിച്ചിനെ അതിൻ്റെ നെട്ടി കെട്ടി കൊടുക്കുക. ഇങ്ങനെ സിംഗിളായിട്ട് പറഞ്ഞു പോകുന്നതാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. പ്ലാസ്റ്റിക് തന്നെ വേണമെന്നില്ല, ഫോയിൽ പേപ്പർ വെച്ചിട്ടും ചെയ്യാം. ആ നെറ്റിയുടെ ഭാഗത്ത് കെട്ടിക്കൊടുക്കണം കേട്ടോ. കണ്ട് ഇതുപോലെ കെട്ടിവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പഴുത്തു പോവില്ല. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തത് കല്ലുപ്പ് വെച്ചിട്ടുള്ളൊരു ട്രിക്കാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള വായ്വട്ടം കുറഞ്ഞ കുപ്പികൾ ഉണ്ടാവില്ലേ, ആ കുപ്പിയുടെ ഉള്ളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ഉള്ളിലേക്ക് കൈയൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പ്, ഒരു പിടി കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല പോലെ ഷേക്ക് ചെയ്ത് കഴുകുകയാണെങ്കിൽ അതിനുള്ളിലുള്ള സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. ഞാനിതിന് മുമ്പ് ഒരു പാൽക്കുപ്പി ക്ലീൻ ചെയ്യുന്നതും ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പാൽക്കുപ്പി ഇതുപോലെ ക്ലീൻ ചെയ്താൽ പാല് പിരിഞ്ഞു പോകില്ലേന്ന്. നമ്മൾ ആദ്യം ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്കിലും ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത്, അതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഉപ്പിൻ്റെ രസമൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. ലാസ്റ്റല്ല നമ്മൾ ഉപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഉപ്പിൻ്റെ രസം അതിലിരുന്നാൽ പാല് പിരിഞ്ഞു പോകും, അത് ഷുവറാണ്. അപ്പോൾ അത് ആ ഉപ്പ് രസമൊക്കെ കളഞ്ഞെടുക്കണം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ചുമരിൻ്റെ താഴെ നമ്മൾ ടൈലിട്ട ഒരു ഭാഗത്ത് ഇതുപോലെ പൊടി നിൽക്കുക എന്നുള്ളത് സാധാരണയാണല്ലേ. അതെപ്പോഴൊന്നും നമ്മൾ അവിടെ ഒന്നും ക്ലീൻ ചെയ്യൂലല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്താലും ആ ഒരു പൊടി അവിടെ പരന്ന് നിൽക്കുക എന്നല്ലാതെ അത് പോവില്ല. അപ്പോൾ ഞാനിവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേട് വന്ന ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അതായാലും മതി കേട്ടോ. കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉള്ള പൊടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഞാനിതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. ടാൽക്കം പൗഡർ ആണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും.
അപ്പോൾ ടാൽക്കം പൗഡർ വെച്ചിട്ട് ചെയ്യാണ് ഒന്നുകൂടെ നല്ലത്. അതൊന്നുകൂടെ നൈസായിട്ടുള്ള പൊടിയാണ്, പിന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിൽ കേടുവന്ന ഗോതമ്പ് പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും, ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ളത്. അത് നേരിട്ട് നമ്മൾ എത്ര ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്താലും അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു അഴുക്കും നമുക്കിതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ, വൃത്തിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ ഇരുന്നിട്ടൊന്നല്ലല്ലോ, ഇരുന്ന് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇരുന്ന് ഓരോ മുക്കിലും മൂലയിലൊന്നും നല്ല രീതിയിൽ തുടച്ചെടുക്കുക ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ നിന്നുകൊണ്ട് തുടച്ചെടുക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് ഈ മുക്കിലും മൂലയിലൊക്കെ ഇതുപോലെ അങ്ങനെ അഴുക്കുണ്ടാവും. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. കുറച്ച് പൗഡർ ഇട്ടിട്ട് ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ ഉരച്ചെടുത്താൽ മതി. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ലെതറിൻ്റെ ബാഗിലൊക്കെ അറിയാതെ പേന കൊണ്ടൊക്കെ വരഞ്ഞു കഴിഞ്ഞാൽ അത് മായ്ച്ച് കളയാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ എത്ര തുടച്ചാലും സോപ്പിട്ട് കഴുകിയാലും ഒന്നും അത് പോവില്ല. അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പ്രേ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രേ ചെയ്യുക. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല പോലെ തുടച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 തവണ ചെയ്യുക, അല്ലെങ്കിൽ ഒരു തവണ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്പ്രേ അടിച്ച ഉടനെ തന്നെ നല്ല രീതിയിൽ അത് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഒരു തവണയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ചവിടെ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട് മഷി. ഇതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ അറിയാതെ അവർ വരഞ്ഞതൊക്കെ ഉണ്ടാവും, അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ലെതറിൻ്റെ ചെരുപ്പുകളിലൊക്കെ കറകളോ മഷികളൊക്കെ ആയാൽ ഇതുപോലെ തന്നെ നമുക്ക് അത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വര വീണതൊന്നും അറിയുന്നേ ഇല്ല. വര വീണത് അറിയുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു ഭാഗം കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അഴുക്കുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നോൺ വെജൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു ഫ്രൈ ചെയ്ത അത് കുക്ക് ചെയ്ത പാത്രമൊക്കെ കഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഒരുമാതിരി സ്മെല്ലാവുമല്ലേ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ നമ്മളതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കിച്ചൺ സിങ്കും ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് പഴയ പൗഡർ ഇട്ട് കൊടുക്കുക. ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമല്ല, പ്രാണികളും ഉറുമ്പുകളൊന്നും അതിലൂടെ കയറി വരില്ല ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ആയെങ്കിൽ ഏതാണതെന്ന് താഴെ നിന്ന് കമൻ്റ് ഇടണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും കമൻറ്റിലൂടെ പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കും അതൊക്കെ ഫോളോ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്